ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു AZB അക്കാഡമി. എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ചിന്ത. അപ്പൊ നമ്മുടെ RRB ഗ്രൂപ്പ് ഡി എക്സാം ഓൺഗോയിങ് ആണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നവർക്കുമുള്ള ഏറ്റവും വലിയ ഡൗട്ട് എന്തൊക്കെ സംഭവങ്ങളാണ് കൊണ്ടുപോകേണ്ടത്. ഇതൊക്കെ ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ ചെന്ന് പിന്നെ പണിയാവുമല്ലോ അല്ലെ. ഒരുപാട് ഡൗട്ടുകൾ എല്ലാവർക്കും ഉണ്ട്. ഈവൻ എക്സാം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്, അറ്റൻഡ് ചെയ്യാൻ പോയവരെല്ലാം ഡൗട്ടിലാണ് പോയിട്ടുള്ളത്. ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് കൊണ്ടുപോകേണ്ടത്, അതിനൊരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. സോ അതായിക്കോട്ടെ എന്ന് കരുതി ഇന്നത്തെ വീഡിയോ. അപ്പൊ എന്തൊക്കെ ഡോക്യുമെന്റ്സ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ക്യാരി ചെയ്യണം നിങ്ങളുടെ എക്സാമിന് പോകുന്നതിന് മുൻപ്, എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ അതിനു മുൻപ് നമ്മുടെ റെയിൽവേ NTPC വിളിച്ചിട്ടുണ്ട് അല്ലെ. RRB NTPC വിളിച്ചിട്ടുണ്ട്. ഗ്രാജുവേറ്റ് ആൻഡ് അണ്ടർ ഗ്രാജുവേറ്റിന്റെ ആപ്ലിക്കേഷൻ വിൻഡോ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ക്ലോസ് ആയിട്ടുണ്ട്. സോ ഒരുപാട് പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടാകും. അപ്പൊ അപ്ലൈ ചെയ്ത് അവിടെ മടക്കി വെച്ചേക്കരുത്. ഈ ഗ്രൂപ്പ് ഡി എക്സാമിന് ശേഷം, എക്സാം ഉള്ളവർ എക്സാമിന് ശേഷം അടുത്ത നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോഴേ തന്നെ തുടങ്ങുക. RRB NTPC ഗ്രാജുവേറ്റ് അണ്ടർ ഗ്രാജുവേറ്റ് എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇനി പ്രിപ്പറേഷന് തുടങ്ങാനായിട്ട് ഒരു സപ്പോർട്ട് വേണ്ടേ? അതുകൊണ്ടല്ലേ ഞങ്ങൾ എല്ലാവരും ഇവിടെ റെഡി ആയിട്ടുള്ളത്. സോ RRB NTPC ഗ്രാജുവേറ്റ് അണ്ടർ ഗ്രാജുവേറ്റ് എക്സാമിന് വേണ്ടിയുള്ള കംപ്ലീറ്റ് ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കറിയാം 8000-ലധികം വേക്കൻസീസ് ആണ് റെയിൽവേ NTPC വിളിച്ചിട്ടുള്ളത്. സോ ഡിഫറെന്റ് പോസ്റ്റിലായിട്ട്. അപ്പൊ ഇനി അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ്. അതിനുവേണ്ടി നിങ്ങൾ കോഴ്സ് പർച്ചേസ് ചെയ്യുക. പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് ഒരുമിച്ച് നമ്മുടെ NTPC എക്സാമിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എന്താണ്, ലൈവ് റെക്കോർഡ് ക്ലാസ്സുകളാണ് നിങ്ങൾക്കുള്ളത്. റെക്കോർഡ് മാത്രമല്ല, ലൈവ് ഇന്ററാക്റ്റീവ് സെഷൻസ് ഉണ്ട്. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ടും ക്ലിയർ ചെയ്ത് ലൈവ് ഇന്ററാക്റ്റീവ് സെഷൻസ് ഉണ്ട്. മോക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. എക്സാം ഓറിയന്റഡ് മോക്ക് ടെസ്റ്റുകൾ ഉണ്ട്. ദെൻ 1-to-1 മെന്റർഷിപ്പ് പ്രോഗ്രാം, അതാണ് മെയിൻ ഇതിന്റെ ഹൈലൈറ്റ്. നിങ്ങൾക്ക് ഒരു സപ്പോർട്ടായിട്ട് നിങ്ങൾക്ക് ഒരു മെന്റർ ഉണ്ടായിരിക്കും. അപ്പൊ ഇത്രയും ഡീറ്റെയിൽസും പ്ലസ് ഡൗൺലോഡബിൾ ഫോർമാറ്റിലെ PDF നോട്ട്സ് അവൈലബിൾ ആണ്. അപ്പൊ ഇനി എന്തായാലും വെയിറ്റ് ചെയ്യേണ്ട, കോഴ്സ് പർച്ചേസ് ചെയ്യുക, പഠിത്തം സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ എന്തൊക്കെ ഡോക്യുമെന്റുകളാണ് നമ്മുടെ എക്സാമിന് കൊണ്ടുപോവേണ്ടത്, മെയിൻ ആയിട്ട് എന്ത് മസ്റ്റ് ആയിട്ട് എടുത്തിരിക്കണം. അഡ്മിറ്റ് കാർഡ് ഇല്ലാതെ എക്സാമിന് പോകാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അഡ്മിറ്റ് കാർഡ് നമ്മൾ ഒരു കോപ്പി എടുക്കുന്നതിന് പകരം ഒന്ന് ഉറപ്പിക്കാനായിട്ട് ജസ്റ്റ് ഒരു കോപ്പിയും കൂടി അഡ്മിറ്റ് കാർഡിന് പറ്റുമെങ്കിൽ എടുത്തു വെക്കുക. ഇൻ കേസ് എന്തെങ്കിലും ബ്ലഡോ ഇമേജ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു കോപ്പിയും കൂടെ കയ്യിൽ കരുതിയേക്കുക. അപ്പൊ അഡ്മിറ്റ് കാർഡ് മസ്റ്റ് ആയിട്ടും, അഡ്മിറ്റ് കാർഡ് ഇല്ലാതെ നമ്മുടെ എക്സാമിൽ നമ്മളെ കയറ്റില്ല. സോ അഡ്മിറ്റ് കാർഡ് ഉണ്ടായിരിക്കണം. ദെൻ പാസ്പോർട്ട് സൈസ് ഫോട്ടോസ്, 2 ഫോട്ടോ പറയുന്നെങ്കിൽ 3 ഫോട്ടോ കയ്യിൽ കരുതുക. നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ എത്ര ഫോട്ടോസ് വേണമെന്ന് കറക്റ്റ് ആയിട്ട് പറയുന്നത്. സോ ഒന്നാണെങ്കിൽ 2 ഫോട്ടോ മസ്റ്റ് ആയിട്ടും കരുതുക. ഇനി അഡ്മിറ്റ് കാർഡിലെ ഫോട്ടോ തന്നെ ഉണ്ടെങ്കിൽ മാക്സിമം അത് തന്നെ നിങ്ങൾ ഫോട്ടോ ആയിട്ട് എടുത്ത് സൂക്ഷിക്കുക. കാരണം ആ സെയിം ഫോട്ടോ ആണെങ്കിൽ അത്രയും നല്ലത്. ഇൻ കേസ് അത് ഇല്ലാന്നുണ്ടെങ്കിൽ റീസെന്റ് ഒരു 3 മാസത്തിനകത്ത് വെച്ച് എടുത്ത നിങ്ങളുടെ ഒരു റീസെന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ വിത്ത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ എടുത്തത് കയ്യിൽ കരുതുക. ഇനി അപ്പൊ ഫോട്ടോ ഉണ്ട്, അഡ്മിറ്റ് കാർഡ് ഉണ്ട്, ഇനി എന്തുണ്ടായിരിക്കണം അല്ലെ, ഒരു ID പ്രൂഫ് ഉണ്ടായിരിക്കണം, വാലിഡ് ID പ്രൂഫ് ഉണ്ടായിരിക്കണം. അപ്പൊ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, നിങ്ങളുടെ ആധാർ തന്നെ നിങ്ങൾ കൊണ്ടുപോകുന്നതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ആധാർ തന്നെയാണ് എടുക്കുന്നതിൽ ഏറ്റവും നല്ലത്, ആധാർ തന്നെയാണ്. ഇനി തന്നെ ഇത് തന്നെ കൊണ്ടുപോകണമെന്നില്ല. നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ? അതായാലും കുഴപ്പമില്ല, ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാം. ദെൻ പാസ്പോർട്ട് ഉണ്ട്, അതെടുക്കാം. പാൻ കാർഡ് മാക്സിമം ഒഴിവാക്കുക. പാൻ കാർഡ് കൊണ്ടുപോകാതിരിക്കുന്നതാണ് നല്ലത്. ഉണ്ടെങ്കിൽ നിങ്ങൾ ആധാർ തന്നെ, ആധാർ ഇല്ലാത്ത ആരും ഇപ്പൊ കാണില്ല. അപ്പോൾ ആധാർ തന്നെ എടുക്കാൻ നോക്കുക. ഇൻ കേസ് ഇല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട് എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിലും മതി. സോ അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻസ് വേണ്ടത് അഡ്മിറ്റ് കാർഡ്, ദെൻ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ആധാറിന്റെ ഒറിജിനൽ ആണ് വേണ്ടത്. ഡ്യൂപ്ലിക്കേറ്റ് അവിടെ ആവശ്യമില്ല, ഫോട്ടോ കോപ്പി അവിടെ ആവശ്യമില്ല. ഒറിജിനൽ തന്നെ കൊണ്ടുപോവുക. പിന്നെ കൊണ്ടുപോകുമ്പോൾ പെന്നും പെൻസിലും റൈസറും എല്ലാം കൊണ്ടുപോകാൻ നിൽക്കണ്ട, അവിടെ അതൊന്നും കഴിച്ചില്ല. സോ പെന്നൊക്കെ അവിടെ നിന്ന് തരും, പെന്നൊന്നും നിങ്ങൾ കൊണ്ടുപോകണ്ട. ഇനി ലേഡീസിന്റെ കേസ് പറയുകയാണെങ്കിൽ ജ്വല്ലറീസ് ഒന്നും കൊണ്ട് പോവാതിരിക്കുക. ഇപ്പൊ മാരീഡ് ആയിട്ടുള്ളവര്, കല്യാണം കഴിഞ്ഞിട്ടുള്ളവര് ആണെങ്കിൽ കൂടി ഈ നമ്മുടെ മാല, താലിമാലയൊക്കെ ഉണ്ടല്ലോ, അത് മാക്സിമം വെച്ചിട്ട് തന്നെ പോവുക. ചില കേസിൽ അവരെ അലോ ചെയ്യും, പിന്നെ ചില കേസിൽ അവര് പിന്നെ അതിൽ ടേപ്പൊക്കെ ചുറ്റി ഒരു ആവശ്യമില്ലാത്തൊരു ടെൻഷൻ ക്രിയേറ്റ്. അപ്പൊ അത്രയും നിങ്ങളും ടെൻഷൻ ആവും, തൊട്ട് മുന്നേ ഇങ്ങനെയൊക്കെ കുറെ സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ. സോ മാക്സിമം ജ്വല്ലറികളെല്ലാം അഴിച്ചു വെക്കുക, ഒന്നും ആവശ്യമില്ല. അതുപോലെ തലയിൽ ക്ലിപ്പ് കാര്യങ്ങളൊന്നും വേണ്ട. പൊട്ട് സഹിതം ചിലപ്പോൾ ഇവിടെ ഊരി മാറ്റാറുണ്ട്. സോ ഒന്നും
കൊണ്ടുപോകാതിരിക്കുക. ജ്വല്ലറീസ് ഒന്നും വേണ്ട, അതുപോലെ തന്നെ വാച്ച് കാര്യങ്ങളൊന്നും വേണ്ട. ബോയ്സിന്റെ കേസിൽ ഈ ജാക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ സിബുള്ള ജാക്കറ്റ്, ഒരുപാട് ഈ പോക്കറ്റും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ അവരവിടെ എല്ലാം ടേപ്പ് ഒട്ടിച്ച് തരും. അപ്പൊ അതൊക്കെ മാക്സിമം നോക്കി നിങ്ങൾ ഷൂസിന് പകരം ചപ്പൽസ് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ഷൂസ് അവിടെ ഊരിട്ട് അതിനകത്ത് ഒരു ചെക്കിങ് നടത്തും. ഷൂസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചപ്പൽ യൂസ് ചെയ്യുക. അപ്പൊ ഫുള്ള്, അതായത് കംപ്ലീറ്റ് ചെക്കിങ് നടത്തിയിട്ടായിരിക്കും അകത്തോട്ട് കയറ്റിയിടുക. നമ്മുടെ ഷർട്ടിന്റെ കോളറൊക്കെയാണ് ഈ ജെൻസിന്റെ കോളറൊക്കെ പിടിച്ച് പൊക്കി ഫുള്ള് അവർ ചെക്ക് ചെയ്യും. അപ്പൊ ആ രീതിയിലുള്ള ഡ്രസ്സിങ് നിങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കുക. ഗേൾസിന്റെ കേസിലാണെങ്കിൽ ജ്വല്ലറീസ് ഫുള്ളി അവോയ്ഡ് ചെയ്യുക. ജ്വല്ലറീസ് ഒന്നും കൊണ്ടുപോകണ്ട. ഇനി വെള്ളം കുടിക്കാൻ തോന്നുന്നു അല്ലേ, വാട്ടർ ബോട്ടിൽ ഓഫ് കോഴ്സ് അലോബിൾ ആണ്, പക്ഷെ ഒരു ട്രാൻസ്പെറന്റ് ബോട്ടിലായിരിക്കണം. ആ ലേബൽ ഒന്നും ഇല്ലാണ്ട്, ലേബൽ എല്ലാം കംപ്ലീറ്റ് കളഞ്ഞ് ഒരു ട്രാൻസ്പെറന്റ് ബോട്ടിലാണെങ്കിൽ അതവിടെ അലോ ചെയ്യും. അപ്പോ എന്താണ്, നിങ്ങൾക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും സെറ്റായും തോന്നുന്നു അല്ലെ. ID പ്രൂഫ്, അതായത് അഡ്മിറ്റ് കാർഡ്, മറക്കാതെ അഡ്മിറ്റ് കാർഡ് എങ്കിൽ 2 തന്നെ എടുക്കുക. അതിലുള്ള ഫോട്ടോ ആണെങ്കിൽ ബെറ്റർ. അല്ലെങ്കിൽ റീസെന്റ് ആയിട്ടുള്ള ഒരു 3 മാസത്തിനകം എടുത്ത ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അവർ പറയുന്ന കോപ്പിയിൽ എക്സ്ട്രാ ഒരു കോപ്പിയും കൂടെ നിങ്ങൾ കരുതുക. ദെൻ പെന്നും കാര്യങ്ങളും ഒന്നും കൊണ്ടുപോകണ്ട. ID പ്രൂഫ് പറ്റുമെങ്കിൽ ആധാർ തന്നെ കൊണ്ടുപോകുക. നമുക്ക് ഫോട്ടോ കോപ്പി വേണ്ട, പ്രൂഫ് ID പ്രൂഫ് തന്നെ വേണം. ദെൻ ജ്വല്ലറീസ് എല്ലാം അവോയ്ഡ് ചെയ്യുക. പെൻ പെൻസിൽ കാര്യങ്ങളൊന്നും വേണ്ട, അത് അവിടെ തരുന്നതായിരിക്കും. നമ്മുടെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള വാട്ടർ ബോട്ടിൽ അലോബിൾ ആണ്, അത് നമുക്ക് കൊണ്ടുപോകാൻ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ മെയിൻ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോകണം എന്നുള്ളത്. ഇനി എന്താണ്, പഠിക്കുക അല്ലെ. അപ്പൊ വരുന്ന എക്സാംസിന് വേണ്ടവർ നന്നായിട്ട് എക്സാം പ്രിപ്പയർ ചെയ്യുക. അപ്പൊ ഇനി നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്കറിയാം എക്സാംസിന് നമ്മൾ ഏറ്റവും കൂടുതൽ സമയം കളയണത് മാത്സ് റീസണിങ് സെഷൻ. അത്യാവശ്യം ചോദ്യങ്ങൾ എളുപ്പമായിരിക്കും, പക്ഷെ ഒരുപാട് സമയം എടുക്കുന്നുണ്ട്, ടൈം കൺസ്യൂമിങ് ആണ്. ചെയ്യാൻ പറ്റുന്നത് മാക്സിമം ചെയ്ത് നോക്കുക. മാക്സിമം PYQs റീസെന്റ് പാറ്റേണുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ ചെയ്ത് നോക്കുക. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എവിടെ നിന്ന് കിട്ടുമെന്നല്ലേ. അപ്പൊ നമുക്ക് നമ്മുടെ AZB അക്കാഡമി ഡെയിലി 3 മണിക്ക് റെയിൽവേ ഗ്രൂപ്പ് ഡിയുടെ ഒരു പവർ സെഷൻ നടത്തുന്നുണ്ട്. എല്ലാ ദിവസവും 3 മണിക്ക്, സൺഡേസിലില്ല. ബാക്കി എല്ലാ ദിവസവും 3 മണിക്ക് നിങ്ങൾക്ക് സെഷൻ ഉണ്ടായിരിക്കും. ഒരു 1 hour സെഷൻ യൂട്യൂബിൽ SSC റെയിൽവേ AZB അക്കാഡമി ചാനൽ, നമ്മുടെ ഈ ചാനൽ തന്നെ എല്ലാ ദിവസവും സൺഡേസ് ഒഴികെയുള്ള എല്ലാ ദിവസവും 3 മണിക്ക് നിങ്ങൾക്ക് സെഷൻസ് ഉണ്ട്. അപ്പൊ റീസെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി സെഷൻ. അപ്പോൾ എന്തായാലും ഇനി എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നവർ നമ്മുടെ സെഷൻ മറക്കണ്ട. 3 മണിക്കുള്ള നമ്മുടെ റെയിൽവേ സെഷൻ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള PYQs എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള, റീസെന്റ് കറണ്ട് അഫയേഴ്സും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സെഷൻസ് മറക്കാതെ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എക്സാംസ് ഒക്കെ എല്ലാവർക്കും നന്നായിട്ട് എഴുതാൻ സാധിക്കട്ടെ. ഇനി ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പൊ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.